ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെ സംബന്ധിച്ചും നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിനോട് ഒരു ദിവസം ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധത്തോടുകൂടി, വിചാരത്തോടുകൂടി, ഗൗരവത്തോടുകൂടി മുത്തഖീങ്ങളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന്, പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിൻ്റെ മഹത്തായ വാഗ്ദാനങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് തഖ്വ. അങ്ങനെയുള്ള തഖ്വ നമുക്കുണ്ട് എന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. ആ ഒരു തഖ്വയോടുകൂടി ആയിരിക്കും നമ്മൾ മരിച്ചു പോകുന്നത് എന്ന് എപ്പോഴും നമ്മൾ നമ്മെക്കുറിച്ച് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക. ഇദാ അസ്ബഹ്ത ഫലാ തൻതദിറിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ്. നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ നേരം വെളുപ്പിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. രാവിലെ ജീവിച്ചിരുന്ന പല ആളുകളും വൈകുന്നേരം ജീവിച്ചിരുന്നിട്ടില്ല. വൈകുന്നേരം കിടന്നുറങ്ങിയ പല ആളുകളും രാവിലെ എഴുന്നേറ്റിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് നമുക്കും ബാധകമാണ്. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള മുന്നൊരുക്കങ്ങളോടുകൂടി, അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി, അതിനുള്ള സൽക്കർമ്മങ്ങൾ സ്വന്തം ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടും എന്ന വിശ്വസിക്കുവാൻ കഴിയുമാറ് സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സമൃദ്ധമാക്കുവാൻ, സമ്പന്നമാക്കുവാൻ സഹോദരന്മാരെ സഹോദരിമാരെ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായ അവന്റെ പ്രിയപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വീഴ്ചകളും അവൻ നമുക്ക് പുറത്തു തരികയും അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും നേരിടേണ്ടി വരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. മിക്ക കുടുംബങ്ങളിലും, നല്ലൊരു ശതമാനം കുടുംബങ്ങളിലും കുടുംബജീവിതം സംതൃപ്തമല്ല. ഇത് വസ്തുത തന്നെയാണ്. നല്ല നല്ല ആളുകളുടെ പോലും കുടുംബജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് പല പല പരാജയങ്ങളും കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഒരു പുതിയ വിഷയമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മിമ്പറിൽ കുടുംബജീവിതത്തെപ്പറ്റിയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും
മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും പെരുമാറേണ്ട രീതിയെ സംബന്ധിച്ചുമൊക്കെ നാം പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ ചില പുരോഗതികൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രധാനമായും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും രണ്ട് അറ്റങ്ങളിലാണ് നിൽക്കുന്നത്. മാതാപിതാക്കൾ മക്കളെപ്പറ്റി വിചാരിക്കുന്നു, എന്താണ് മക്കൾ ഇങ്ങനെ എന്ന്. മക്കൾ മാതാപിതാക്കളെ പറ്റി വിചാരിക്കുന്നു, എന്താണ് ഉപ്പയും ഉമ്മയും ഇങ്ങനെ. അങ്ങനെ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും ഈ മനസ്സിലാവാതെ ഉള്ള ഒരവസ്ഥയിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ അകൽച്ച ഉണ്ടാകുമോ അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ പല കുടുംബങ്ങളിലും. അങ്ങനെ ഊഷ്മളമായ കുടുംബബന്ധം എന്ന് പറയുന്നത്, കുടുംബം ഒരു സ്വർഗമാകണം എന്ന സങ്കല്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും നമുക്കിടയിൽ കാണാൻ കഴിയുന്നത് പോലെ രണ്ട് അറ്റങ്ങളിലാണ് നമ്മുടെ കുടുംബ ജീവിതമുള്ളത്. ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം, വീട് എന്ന് പറയുന്നത് യാതൊരുവിധ വ്യവസ്ഥയുമില്ലാത്ത വീടുകളാണ്. കാലിത്തൊഴുത്ത് പോലെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു. ഒരു വൃത്തിയും ഒരു വെടിപ്പും ഒരു ചിട്ടയും ഒന്നുമില്ലാതെ ആരും അവനവന് തോന്നിയതുപോലെ ജീവിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. മക്കൾക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ല, മാതാപിതാക്കൾക്ക് യാതൊരുവിധ സ്വഭാവവുമില്ല, ഒരു സംസ്കാരവുമില്ല. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ ഈ ചുമരുകൾക്കുള്ളിൽ ഉപ്പ ഉമ്മ മക്കൾ മാതാപിതാക്കൾ എന്നൊക്കെ പരസ്പരം പേര് പറഞ്ഞുകൊണ്ട് കവിഞ്ഞാൽ ആ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ട് അങ്ങനെ അവർ ജീവിച്ചു പോവുകയാണ്. അവരുടെ കുടുംബജീവിതത്തിന് യാതൊരുവിധ ലക്കും ലഗാനുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓർക്കേണ്ടതുണ്ട്, തീർച്ചയായും അവർ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ മക്കളുടെ കാര്യത്തിൽ താല്പര്യമെടുക്കാതെ, മക്കളുടെ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ അവരവർ നല്ലവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഈമാനിന്റെ ഭാഗമാണ്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. നിങ്ങളെല്ലാവരും നേതാക്കളാണ്, നായകന്മാരാണ്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരും അവരവരുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വറജുലു റായിൻ, പുരുഷൻ എന്ന് പറയുന്നത് അയാളുടെ വീട്ടിലെ ഭരണകർത്താവാണ്, നേതാവാണ്. വമസ്ഊലുൻ അൻ റഇയ്യതി വറജുലു റായിൻ ഫീ അഹ്ലിഹി വമസ്ഊലുൻ അൻ റഇയ്യതി. അവന്റെ കുടുംബത്തിലെ നായകൻ പുരുഷനാണ്, അവന്റെ കീഴിലുള്ള ആളുകളെ പറ്റി അവൻ ചോദ്യം ചെയ്യപ്പെടും. വൽമർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയ്യതിഹാ. ഭാര്യ, പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരവാദിയാണ്. അവളുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് അവളും ചോദ്യം ചെയ്യപ്പെടും. ഉപ്പാക്കും ഉമ്മാക്കും വളരെ വ്യക്തമായ ഉത്തരവാദിത്വ ബോധമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും അവരവരുടെ കീഴിലുള്ള ആളുകളെ പറ്റി, മക്കളെ പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് അവനവൻ നന്നാകുന്നു, പക്ഷേ മക്കളുടെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരവർ നന്നായതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയില്ല. സുബഹി നമസ്കരിക്കുകയും സുബഹി നമസ്കരിക്കാത്ത മക്കളെ സംബന്ധിച്ച് ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്ന എത്രയെത്ര സുബഹി നമസ്കാരക്കാരുണ്ട്, എത്രയോ ആളുകളുണ്ട്. അവർ വളരെ കൃത്യമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ മക്കളത് ചെയ്യുന്നുണ്ടോ എന്ന് അവർ ഉറപ്പുവരുത്തുന്നില്ല. അള്ളാഹുവിനോട് അവരുടെ ഒരു നമസ്കാരം കൊണ്ട് മാത്രം അവർ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിനോട് അവർ ഉത്തരം പറയേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിയിൽ നിന്ന് സൂക്ഷിക്കുക. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിയിൽ നിന്ന് സൂക്ഷിക്കേണ്ട ബാധ്യത നിങ്ങളുടേതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു നമസ്കാരത്തിന്. മക്കളോടും ഭാര്യമാരോടും നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആയത്തോതും, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുക, വസ്തബിർ അലൈഹ, ആ കാര്യത്തിൽ ക്ഷമ അവലംബിക്കുക. പിന്നെയും പിന്നെയും പറയേണ്ടി വരും, മക്കളുടെ പിന്നാലെ കൂടേണ്ടി വരും നമസ്കരിക്കുവാൻ. അതിനെ
മാതാപിതാക്കൾക്ക് ക്ഷമയുണ്ടാകണമെന്നാണ് ഖുർആൻ പറയുന്നത്. വസ്തബിർ അലൈഹ, ആ കാര്യത്തിൽ ക്ഷമിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. ക്ഷമാപൂർവം നിരന്തരമായി മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും നമസ്കാരത്തിന്റെ കാര്യം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഭാര്യാമക്കളെ വിളിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാ, നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ് ഈ ആയത്തോതുമായിരുന്നു എന്ന് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന, അവരെ ശ്രദ്ധിക്കാതെ അവര് പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് വിചാരിച്ച് തെളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മാതൃത്വമല്ല, പിതൃത്വമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതേസരം ഇതേ മാതാപിതാക്കൾ തന്നെ വിചാരിക്കണം, മനസ്സിലാക്കണം, മക്കളെ നല്ല വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ അത് അവരുടെ സ്വത്താണ്. ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അവരുടെ സ്വത്താണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇദാ മാത ഇബ്നു ആദം ഇൻഖതാ അൻഹു ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ്, എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ കാര്യം വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല പരലോകത്ത്. നിനക്ക് മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ഒന്ന്, നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നിന്റെ സന്താനമാണ്. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മകനാണ് നീ മരിച്ചു കഴിഞ്ഞാലും പിന്നെ നിനക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, പരലോകത്ത് ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ അബ്ദ ലയുർഫഉ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ വലിയ വലിയ പദവികൾ, ഇങ്ങനെ ദറജാത്ത്, വലിയ വലിയ ദറജകൾ ഇങ്ങനെ ചില ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ കിട്ടുകൊണ്ടിരിക്കും. അപ്പൊ അവർ അല്ലാഹുവിനോട് ചോദിക്കും, യാ റബ്ബ് ബിമഹാദ, എങ്ങനെയാണ് പഠിച്ചവനെ ഇത് കിട്ടിയത്? എന്റെ പദവി ഇങ്ങനെ കൂടിക്കൂടി പോകുന്നത് എങ്ങനെയാണ്? വലം അമൽ മാ യുഖർരിബുനി ലഹാ, ഈ പദവി കൂടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ നേരത്തെ ഉണ്ടായിരുന്ന പദവിയിൽ നിന്ന് മേലെ പദവിയിലേക്ക് എന്നെ ഉയർത്തിയത് എന്തുകൊണ്ടാണ് റബ്ബേ? ഞാൻ പ്രത്യേകിച്ച് ഒരു അമലും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ ഫയഖൂലുല്ലാഹു ലഹു, അല്ലാഹു അവനോട് മറുപടി പറയും, ഹാദാ ബിദുആഇ വലദിക സാലിഹി ലക, ഹാദാ ബിദുആഇ വലദിക സാലിഹി ലക, നിന്റെ നല്ലവനായ ആ കുട്ടി ഉണ്ടായിരുന്നല്ലോ, അവൻ നിനക്ക് പ്രാർത്ഥിച്ചത് കൊണ്ട് നിനക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നിന്റെ മരണശേഷവും ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, മകൻ, മകൾ, അവളുടെ പ്രാർത്ഥന കൊണ്ടാണ് നിന്നെ ഞാൻ പദവി ഉയർത്തിയത്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട്, സ്വർഗത്തിലെ ഫിർദൗസിന് വേണ്ടിയിട്ട്, സ്വർഗത്തിലെ ഉന്നതമായ പദവികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ മകൻ. ആ മകന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് നിന്നെ ഞാൻ പദവി ഉയർത്തിയത് എന്ന് അള്ളാഹുവിനോട് മറുപടി പറയും. നമ്മുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, ഉമ്മമാരെ എല്ലാവരും ഉറപ്പുവരുത്തണം, നമുക്ക് ഇതേപോലുള്ള സന്താനങ്ങൾ ഉണ്ടോ? ഇതേപോലുള്ള സന്താനങ്ങളാണോ നമ്മുടെ സന്താനങ്ങൾ? നമുക്ക് നമ്മുടെ സന്താനങ്ങളെ കൊണ്ട് ഈ വിധത്തിലുള്ള ഒരു പ്രയോജനം ലഭിക്കും നമ്മുടെ മരണശേഷം എന്ന് പ്രതീക്ഷയുണ്ടോ? ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നഷ്ടത്തിലാണ്. ഞാൻ പറഞ്ഞത്, ഒരു കാര്യവും ശ്രദ്ധിക്കാതെ മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ, അവരുടെ സംസ്കരണത്തിന്റെ, തെർബിയത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ തകർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെയുള്ള മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്മനസ്സും ഉണ്ടായെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ പല കുടുംബങ്ങളും ഇങ്ങനെയാണ്. അവർ അവരുടെ കുട്ടികളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വെറുതെ വിട്ടിരിക്കുന്നു. അവർ ഗൗരവത്തോടുകൂടി ഈ കാര്യം ഓർക്കണം. അല്ലാഹു ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ വിശേഷണങ്ങൾ, അതൊക്കെ ചെറിയ ചെറിയ വിശേഷണങ്ങളല്ല, വലിയ വലിയ വിശേഷണങ്ങളാണ്. അവർ അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ സുജൂദിലേക്ക് വീഴുന്നവരാണ്. അവർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, ശിർക്ക് ചെയ്യാത്തവരാണ്. അവർ ചെലവഴിക്കുമ്പോൾ അമിതത്വം കാണിക്കാത്തവരും അതേവസരം പിശുക്ക് കാണിക്കാത്തവരുമാണ്. അവർ മാന്യമല്ലാത്ത കാര്യങ്ങൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ മാന്യമായി അത് ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നവരാണ്. അവർ വ്യഭിചരിക്കാത്തവരാണ്. തുടങ്ങിയ വലിയ വലിയ വിശേഷണങ്ങൾ പറഞ്ഞ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമകൾ, ആ അടിമകളെപ്പറ്റി ഈ വലിയ വലിയ ഗുണങ്ങളൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ വലിയ വലിയ മഹത്വങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരുടെ മറ്റൊരു സ്വഭാവം, അവർ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താണ് അവരുടെ പ്രാർത്ഥന? ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ,
ഖുർറത അയ്യുൻ, പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, അതുപോലെ തന്നെ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഖുർറത അയ്യുൻ, കൺകുളിർമ, ഞങ്ങൾക്കിനി കൺകുളിർമ നൽകണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖീങ്ങളെ, ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും മുത്തഖീങ്ങളുടെ ഇമാമുകളാക്കി തീർക്കണമേ എന്നവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇബാദുർ റഹ്മാന്റെ ഒരു സ്ഥിരം പ്രാർത്ഥനയാണിത്. സഹധർമ്മിണി അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യാഭർത്താക്കന്മാർ, സന്താനങ്ങൾ, അവരിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമ നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണവർ. അങ്ങനെയുള്ള ആളുകൾക്ക് ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൂന ഫീഹാ തഹിയ്യതൻ വസലാമ, അവർക്ക് പ്രതിഫലമായിട്ട് സ്വർഗ്ഗം ലഭിക്കും. ആ സ്വർഗ്ഗത്തിൽ അവർക്ക് അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷയും രക്ഷയും സമാധാനവും നൽകപ്പെടും. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗം കിട്ടാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഈ വിധത്തിൽ ഭാര്യ സന്താനങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇബാദുർ റഹ്മാൻ. അപ്പൊ ഇത് ഒരു വശം. ശ്രദ്ധിക്കാത്ത ആളുകൾ, സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. തങ്ങളുടെ സന്താനങ്ങളെ അവർ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കുന്നുണ്ടോ, വളർത്തേണ്ടതുപോലെ വളർത്തുന്നുണ്ടോ, അവർക്ക് തെർബിയത്ത് കൊടുക്കുന്നുണ്ടോ, അവർക്ക് സംസ്കരണം കൊടുക്കുന്നുണ്ടോ, അവർക്ക് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ പുതുവത്താണോ, മാതൃകയാണോ എന്നൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും സന്താനങ്ങളെ അവർ ആ വിധത്തിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ടതുണ്ട്. തനിക്ക് ശേഷം തന്റെ കുഞ്ഞ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞായിരിക്കും, കുട്ടിയായിരിക്കും, മകനായിരിക്കും, മകളായിരിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഹസനുൽ ബസരിയെ പോലുള്ള കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഭാര്യാസന്താനങ്ങൾക്ക് ഈമാൻ, അവരുടെ ഇസ്ലാം, അവരുടെ നന്മകൾ ചെയ്യാനുള്ള താല്പര്യം, ഇതൊക്കെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും അല്ലെങ്കിൽ ഭർത്താവിനും സന്താനങ്ങൾക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു മുഅ്മിനിന് കൺകുളിർമ ഉണ്ടാകുന്നത്. അതിനേക്കാൾ വലിയൊരു കൺകുളിർമ ഇല്ല. വേറെ ഭൗതികമായ കുറെ കാര്യങ്ങൾ, മക്കൾക്ക് സമ്പത്തുണ്ട്, മക്കൾക്ക് സന്താനങ്ങളുണ്ട്, ഈ കൺകുളിർമ ഇത് കൺകുളിർമ തന്നെയാണ്. പക്ഷെ ഇതല്ല, ഇതിനേക്കാൾ വലിയ കൺകുളിർമ മക്കളൊക്കെ സൽപാന്താവിലാണ്. ഭാര്യാമക്കള് അല്ലെങ്കിൽ ഭർത്താവ് സൽപാന്താവിലാണ്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്, നല്ലവരാണ്, മാന്യന്മാരാണ്, സൽ സ്വഭാവങ്ങളുള്ളവരാണ് എന്ന് മക്കളെപ്പറ്റി അല്ലെങ്കിൽ സഹധർമ്മിണിയെപ്പറ്റി അല്ലെങ്കിൽ ഭർത്താവിനെ പറ്റി, ഇണയെപ്പറ്റി വിചാരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു തെർബിയത്ത് അവർക്കുണ്ടാവുക എന്നുള്ളതാണ്. ഇതൊരു വശം. ഇത് അപ്പോ ഞാൻ പറഞ്ഞത് ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മക്കളുടെ കാര്യത്തിൽ ഒരുവിധ ശ്രദ്ധയുമില്ല. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. വേറെ ചില കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇതാണ് ഞാൻ പുതിയ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. വേറെ ചില കുടുംബങ്ങളുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ വീട് എന്ന് പറയുന്നത് ഒരു 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 പട്ടാള ബാരക്ക് പോലെയാണ്, അല്ലെങ്കിൽ ഒരു പട്ടാള ചിട്ടയാണ് അവരുടെ വീടുകളിൽ, പട്ടാള ചിട്ടയിലാണ് അവരുടെ വീടുകളിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കമാൻഡർ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയും ബാക്കിയുള്ളവർ അത് അനുസരിച്ചുകൊണ്ടേയിരിക്കുവാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല കുടുംബങ്ങളിലും മക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ചില ആളുകളുടെ ശ്രദ്ധ അവർ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അവർ ശ്രദ്ധിക്കുന്നത് ഈ വിധത്തിലാണ്. മാതാപിതാക്കൾ ഒരു പട്ടാള മേധാവിയെ പോലെ, കമാൻഡറെ പോലെ ഉത്തരവുകൾ നൽകിക്കൊണ്ടിരിക്കുക. ആ ഉത്തരവുകൾ പാലിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് അവർ വളരെ കണിശത പുലർത്തുകയും അങ്ങനെ ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഈ ഉത്തരവുകൾ കേൾക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഉത്തരവ്, ഒരു നിയമം പ്രഖ്യാപിക്കുന്നു, ഒരു നിയമത്തിന്റെ വിളംബരം, കൽപ്പനകളുടെ പ്രഖ്യാപനം നടക്കുന്നു എന്നതിനപ്പുറം ഒന്നും അവർക്ക് അനുഭവപ്പെടുന്നില്ല. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇതാണ് ഞാൻ പറയുന്നത്, 2 വർഷം മുമ്പ് കുട്ടികളെ വളർത്തുമ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെക്കാൾ ഇന്ന് പുതിയ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നു, നമ്മൾ പഠിക്കേണ്ടി വരുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുട്ടികൾ വിചാരിക്കുകയാണ്, എന്താണ് എന്റെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് എന്റെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അവസരം ഉപ്പയും ഉമ്മയും വിചാരിക്കുകയാണ്, എന്താണ് കുട്ടികൾ ഇങ്ങനെ, പഴയ കാലത്ത് ഞങ്ങളൊക്കെ കുട്ടികളായപ്പോൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ലല്ലോ ഇവർക്ക്, ഞങ്ങളെപ്പോലെ അല്ലല്ലോ, ഞങ്ങൾ മാതാപിതാക്കളോട് പെരുമാറിയതുപോലെ അല്ലല്ലോ ഇവര് പെരുമാറുന്നത്. ഇങ്ങനെ യഥാർത്ഥത്തിൽ 2 കൂട്ടരും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും
രണ്ടു കൂട്ടരുടെയും നിലപാട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് മാതാപിതാക്കൾ, മക്കളുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് രക്ഷകർതൃത്വം എന്ന് പറയുന്നത്, പാരന്റിങ് എന്ന് പറയുന്നത് പഠിക്കേണ്ട ഒരു വിദ്യയായി തീർന്നിരിക്കുകയാണ്, പരിശീലിക്കേണ്ട ഒരു വിജ്ഞാനമായി തീർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത് എന്ന് ഇന്ന് ഒരു വിജ്ഞാന ശാഖയാണ്. അത് പഠിച്ചെടുത്തെങ്കിൽ തന്നെ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താൻ കഴിയൂ എന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ അത്ഭുതപ്പെടും. പക്ഷെ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കുട്ടികൾ പുതിയ രീതിയിലും പുതിയ ശൈലിയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ രീതി ആധുനികമായ വിദ്യാഭ്യാസത്തിന്റെ രീതിയാണ്. അവർ DPEPയിൽ പഠിച്ചു വളരുന്ന കുട്ടികളാണ്. അവർ പുതിയ രീതിയും പുതിയ ലോകവും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവർ പുതിയ തലമുറയിൽ പുതിയ വിധത്തിൽ വിഷയങ്ങളെ കേൾക്കുകയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മള് 10 വർഷം മുമ്പുള്ള ഒരു രക്ഷാധികാരി, അല്ലെങ്കിൽ ഒരു ഉപ്പ, ഒരു ഉമ്മ എങ്ങനെയാണോ കുട്ടികളോട് പെരുമാറിയത് അതുപോലെ പെരുമാറിയാൽ ഇന്ന് അത് കുട്ടികളിൽ ഏശുന്നില്ല, കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതാണ് ഇന്ന് പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ. കുട്ടികൾ മുഴുവനും മോശമായിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നത് ശരിയല്ല. അതേസമയം കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ പറ്റി മാതാപിതാക്കൾക്ക് കൃത്യമായ ധാരണകളില്ല. അവർ അത് മനസ്സിലാക്കിക്കൊണ്ടല്ല പെരുമാറുന്നത് എന്ന് ഇന്ന് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ രംഗത്തും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് മാതൃക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പട്ടാളച്ചിട്ടയിൽ പഴയതുപോലെ ഉത്തരവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട്, വിളംബരം ചെയ്തുകൊണ്ട്, നിയമങ്ങൾ വിളംബരം ചെയ്തുകൊണ്ട് ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് തർബിയത്ത് നൽകാൻ സാധ്യമല്ല. ഏതെങ്കിലും കുടുംബങ്ങളിലും കുട്ടികളിലും ഇത് സാധ്യം ആയേക്കാം. പക്ഷേ മിക്ക കുടുംബങ്ങളിലും കുട്ടികളിലും ഇത് സാധ്യമല്ല. കുറച്ചു മുമ്പ് തീർച്ചയായും ഇത് സാധ്യമായിരുന്നു. ഉപ്പയുടെ ഒരു കൽപ്പന കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഉമ്മയുടെ ഒരു കൽപ്പന കൊണ്ട് മാത്രം ഒരു കുട്ടിയെ അടക്കി നിർത്താമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ തർബിയത്തിൽ ബോധ്യപ്പെടുത്തലുകൾ ഇല്ലാതെ, എന്തുകൊണ്ട് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു കുട്ടിയെ നിങ്ങൾ വിചാരിച്ച വിധത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. നിങ്ങളുടെ കൽപ്പനകളെ മാത്രം അനുസരിക്കുന്ന കുട്ടികൾ ആയിക്കൊള്ളണമെന്നില്ല ഇന്നത്തെ കുട്ടികൾ. ഇത് ആ വിധത്തിലാണ് അവർ വളർത്തപ്പെടുന്നത്. അവർ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ, അവരുടെ നാൽക്കവലകളിൽ, അവരുടെ അങ്ങാടികളിൽ എല്ലാം അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിധത്തിലാണ്. പഴയ കുട്ടികളെക്കാൾ ഇന്നുള്ള കുട്ടികൾ അവരുടെ കയ്യിൽ അവരുടെ തെറ്റുകൾ വളരെ കൂടുതലാണ്. അതേവസരം അവരുടെ അഭിമാനബോധവും വളരെ കൂടുതലാണ്. പണ്ട് ഉണ്ടായിരുന്ന കുട്ടികൾ അവർ മാതാപിതാക്കളുടെ ഏത് നിന്ദിക്കലിനെയും ഉൾക്കൊള്ളുമായിരുന്നുവെങ്കിൽ ഇന്ന് സ്വന്തം ഉപ്പയ നിന്ദിച്ചു എന്ന് തോന്നുമ്പോൾ പല കുട്ടികളും ക്ഷുഭിതരാണ്. അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്വന്തം ഉമ്മ തന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ പല കുട്ടികളും തിരിഞ്ഞു നിൽക്കുകയാണ്. അവർ അതിനെ ധിക്കരിക്കുകയാണ്. അങ്ങനെ അവർ ഒരു പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ സ്വാതന്ത്ര്യബോധം അവർക്ക് കൂടുതൽ ഉണർന്നു വരികയാണ്. ഇങ്ങനെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സഹോദരന്മാരെ, നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ രണ്ടാമത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് പാരന്റിങ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വിദ്യ ഏറ്റവും 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ഒരു വിദ്യയാണ്. പ്രവാചകൻ എങ്ങനെയായിരുന്നു കുഞ്ഞുങ്ങളെ വളർത്തിയത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്രവാചകന്റെ മക്കളോടും പേരക്കുട്ടികളോടും പെരുമാറിയത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിലും മാതൃകയുണ്ട്. കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ കാര്യത്തിലുമുണ്ട്. റസൂൽ ഒരിക്കലും, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആരെയും അടിച്ചിട്ടില്ല, നബിയുടെ മക്കളെയും അടിച്ചിട്ടില്ല, റസൂലിന്റെ മക്കളെയും അടിച്ചിട്ടില്ല. അടിക്കേണ്ട പല സന്ദർഭങ്ങളും ഏത് കുട്ടികൾക്കും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിയെപ്പറ്റി കൃത്യമായ നിർദ്ദേശം കൊടുത്തു. അത് നമസ്കാരത്തിന്റെ കാര്യത്തിലാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 7 വയസ്സാകുമ്പോൾ നമസ്കാരം കൽപ്പിക്കുക. 7 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നമസ്കാരം കൽപ്പിക്കുക. 10 വയസ്സാകുമ്പോൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കുക. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയെ 10 വയസ്സാകുന്നതിന് മുമ്പ് ഒരിക്കലും മാതാപിതാക്കൾ അടിക്കുവാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കേണ്ടത് ഏറ്റവും വലിയ ഒരു വിഷയമാണല്ലോ നമസ്കാരം. പരലോകത്ത് ഒരാൾ
ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെ പറ്റിയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നമസ്കാരമാണ്. ആ ചോദ്യത്തിന് കൃത്യമായ നല്ല ഉത്തരം നൽകാൻ കഴിയുന്നവൻ രക്ഷപ്പെടും. ഒന്നാമത്തെ ഈ ചോദ്യത്തിൽ തന്നെ പരാജയപ്പെട്ടവന് പിന്നെ പ്രതീക്ഷകളില്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യമാണ് നമസ്കാരം. ഈ ഒന്നാമത്തെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 10 വയസ്സായാൽ അടിക്കുക. 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ട് കൽപ്പിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഉമർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, ഖുർആൻ പറയുന്നത് നമസ്കാരം കൽപ്പിക്കുക, കൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. കുടുംബത്തോട് വസ്തബിർ അലൈഹ, ആ കാര്യത്തിൽ ക്ഷമ കാണിക്കുക. അപ്പൊ നിരന്തരമായി കൽപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഈ കൽപ്പനകൾ കുട്ടികൾ സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വസ്തബിർ അലൈഹ, ആ വിഷയത്തിൽ ക്ഷമിക്കുകയും പിന്നെയും പിന്നെയും കൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോ നമസ്കാരം എന്ന വിഷയത്തിൽ 10 വയസ്സാകുമ്പോഴാണ് കുട്ടിയെ അടിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 10 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയെ അടിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ ആ ഹദീസ് വെച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പലപ്പോഴും സംഭവിക്കുന്ന ഒരബദ്ധമാണിത്. ഇത് കൂടുതൽ വളർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഒരബദ്ധമായിരിക്കും. 10 വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങളെ അടിക്കുവാൻ പാടുള്ളതല്ല. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അടിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ അത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രവാചകൻ നൽകുമായിരുന്നു. പക്ഷെ അത് നൽകിയിട്ടില്ല. ഇപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിരിക്കുന്നത് ശിക്ഷ ഒരു കുഞ്ഞ് അവൻ എന്ത് തെറ്റാണോ ചെയ്തത് ആ തെറ്റിനുള്ള ശിക്ഷ അവന് കൊടുക്കാം. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നു 10 വയസ്സായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. 10 വയസ്സിന്റെ മുമ്പാണ് എങ്കിൽ ശിക്ഷ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ വളർത്തിയതും ഈ വിധത്തിലായിരുന്നു. റസൂൽ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പട്ടാള ചിട്ടയിൽ റസൂലിന്റെ മക്കളെയോ റസൂലിന്റെ പേരക്കുട്ടികളെയോ വളർത്തിയിട്ടില്ല. കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോ ഹസനും ഹുസൈനും പേരക്കുട്ടികൾ വന്ന് കഴുത്തിലിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ റസൂൽ മെല്ലെ എഴുന്നേൽക്കും, അവര് വീഴരുത് എന്ന് കരുതി. അങ്ങനെ അവര് മെല്ലെ എഴുന്നേറ്റ് റസൂൽ മെല്ലെ അവരെ താഴെ വെക്കും. അങ്ങനെ ഇടയിലെ ഇരുത്തം കഴിഞ്ഞ് വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ അവർ വീണ്ടും കഴുത്തിൽ കയറിയിരിക്കും. അപ്പോഴും റസൂൽ എഴുന്നേൽക്കുമ്പോൾ മെല്ലെ റസൂൽ അവരെ എടുത്തു വെക്കും. റസൂൽ ഒരിക്കലും അവരോട് ദേഷ്യപ്പെട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് കണ്ട് നമസ്കാരം കഴിഞ്ഞ് വീണ്ടും കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ അവരുടെ ഉമ്മയുടെ അടുത്തേക്ക് ആക്കട്ടെ, റസൂലെ ഫാത്തിമയുടെ അടുത്തേക്ക് കൊണ്ടുപോയാക്കട്ടെ. അപ്പൊ റസൂൽ പറഞ്ഞു, വേണ്ട, അവരെ വിടുക. അവരെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഉമ്മയുടെ അടുത്തേക്ക് പോയിക്കോളൂ. അപ്പൊ അവര് പോയി. അവർക്ക് പോകാൻ പാകത്തിലുള്ള ഒരു സന്ദർഭം ആയപ്പോ അവരുടെ കളിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞു എന്ന് തോന്നിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഉമ്മയുടെ അടുത്തേക്ക് പോകുക. അപ്പൊ അവര് ഉമ്മയുടെ അടുത്തേക്ക് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ വിധത്തിൽ റസൂലെ പിന്നെ മുട്ടുകുത്തി കൈകുത്തി റസൂൽ അവരെ പുറത്തിരുത്തുകയും അവരെയും കൊണ്ട് അവരൊരു വാഹനപ്പുറത്ത്, സാധാരണ കുട്ടികൾ കളിക്കാറുള്ളത് പോലെ വാഹനപ്പുറത്ത് എന്ന പോലെ കുട്ടികൾ ഹസനും ഹുസൈനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇത് എത്ര നല്ല സഞ്ചാരികളാണ്, ഈ സഞ്ചാരികളുടെ വാഹനം എത്ര നല്ല വാഹനമാണ് എന്ന് തമാശ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത് അങ്ങനെയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വളർത്തിയത് അങ്ങനെയായിരുന്നു. ഫാത്തിമയെ മകളാണെങ്കിലും റസൂൽ ആദരിക്കുന്നു എന്നാണ് നമുക്ക് ഹദീസുകൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഫാത്തിമ റസൂലിന്റെ അടുത്തേക്ക് കയറി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഉപ്പയാണ് എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നിടത്ത് ഇരിക്കുകയല്ല, റസൂൽ എഴുന്നേൽക്കുകയും ഫാത്തിമയെ ഒരു മുത്തം നൽകിക്കൊണ്ട് മർഹബൻ ബിനത്തി, എന്റെ മകൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ഉമ്മ വെക്കും. അങ്ങനെയാണ് ഉപ്പയെ ഫാത്തിമ സ്വീകരിച്ചിരുന്നത്, മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവസരം പറയുന്നുണ്ട്. യാ ഫാത്തിമ ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നിന്നെ ഒരിക്കലും നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല കേട്ടോ എന്ന് ഇതേ ഫാത്തിമയോട് പറയുന്നുണ്ട്. ഫാത്തിമയാണ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ അവരുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും എന്ന് ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഈ ഫാത്തിമയ്ക്ക് വേലക്കാരെ വേണമെന്ന് ആവശ്യപ്പെടുമ്പോ
റസൂലിന് കുറെ അടിമകളെ കിട്ടിയിരിക്കുന്നു എന്ന് കേട്ട് എനിക്ക് കുറച്ച് വീട്ടിൽ ജോലിയെടുക്കാൻ സഹായത്തിന് ഒരാള് വേണം. വെള്ളം കോരി കോരി കയ്യിൽ തഴമ്പ് വന്നിരിക്കുന്നു, ഒരു നിർവാഹവുമില്ല, സഹായം വേണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പറയാതെ വീട്ടിൽ വന്ന് പ്രവാചകന്റെ പത്നിമാരോട് പറഞ്ഞ് ഫാത്തിമ പോയപ്പോ രാത്രി സമയത്ത് ഈ വിവരം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. അങ്ങനെ കയറി ചെന്ന് അലി ഇബ്നു അബീ താലിബ് മരുമകനും പുതിയാപ്പിളയും മകളും ഉറങ്ങിയിരുന്നു. അവരെ വിളിച്ചു വാതിലിൽ മുട്ടി. എന്നിട്ട് രണ്ടാളെ ഫാത്തിമയെ ഒരു വശത്തും മരുമകനെ മറ്റൊരു വശത്തും ഇരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വന്നിരുന്നു വീട്ടിൽ എന്ന് പറഞ്ഞു, വേലക്കാരെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് യാതൊരുവിധ നിർവാഹവുമില്ല. നമ്മുടെ അസ്ഹാബ് സുഫയുടെ തിണ്ണവാസികളുടെ പള്ളിയിൽ ഒരു വലിയ പ്രയാസങ്ങളോടുകൂടി കഴിയുന്ന ആളുകളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ടല്ലാത്ത നിങ്ങളുടെയൊന്നും എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, പകരമായി എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചില ദിക്റുകൾ പറഞ്ഞു കൊടുത്തു, ചില പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രണ്ടുപേരെയും ആശ്വസിപ്പിച്ച് തിരിച്ചു പോകും. റസൂൽ ഈ വിധത്തിലായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വളർത്തിയത്. അവരുടെ വിവാഹശേഷം പോലും റസൂൽ ഈ വിധത്തിലാണ് ഫാത്തിമയെ വളർത്തിയത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മകൾ മാത്രമായിരുന്നില്ല, സുഹൃത്തു കൂടിയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിന്റെ മകൾ മാത്രമല്ല, സുഹൃത്തു കൂടിയായിരുന്നു. ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇടപെടേണ്ടിടത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇടപെടുന്നുണ്ട്. അങ്ങനെയാണ് ചരിത്രത്തിൽ ചെറുപ്പം മുതൽ തന്നെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒട്ടകത്തിന്റെ ഉടൽമാലകൾ കഴുത്തിൽ മുശ്രിക്കുകൾ കൊണ്ടുവന്നിടുമ്പോ ആർജവത്തോടുകൂടി ആർക്കും അത് ഒന്ന് കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും ധൈര്യമില്ലാതിരുന്ന സന്ദർഭത്തിൽ ഓടിവന്ന് അതെടുത്തു മാറ്റി, ആർക്കാണ് ഇനി വീണ്ടും എന്റെ ഉപ്പയുടെ കഴുത്തിൽ ഇതേപോലെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ഇടാൻ ധൈര്യമുള്ളത്, അവർ മുന്നോട്ട് വരൂ എന്ന് വെല്ലുവിളിക്കുവാൻ ത്രാണിയുള്ള ഫാത്തിമയെ വളർത്തിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജയുടെ മകളായിരുന്നു ഫാത്തിമ, റസൂലിന്റെ മകളായിരുന്നു ഫാത്തിമ. അവസാന മരണസമയത്തും ഈ ഫാത്തിമ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അടുത്ത് വിളിക്കുന്നുണ്ട്. ആരും കേൾക്കാതെ ഫാത്തിമയുടെ ചെവിട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കുന്നുണ്ട്. ഒന്നാമത് മന്ത്രിച്ചപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. രണ്ടാമത് മന്ത്രിച്ചപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചത്. ഫാത്തിമയും റസൂലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അടുത്ത് വിളിച്ച് മരണവെപ്രാളത്തിൽ കിടക്കുന്ന റസൂൽ ഫാത്തിമയുടെ ചെവിട്ടിൽ, ആരും കേൾക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അടുത്തുണ്ട്, പക്ഷെ ആയിഷയോട് പറയുന്നില്ല, ഫാത്തിമയോട് റസൂൽ പറയുകയാണ്. അപ്പോഴാണ് ഫാത്തിമ ആദ്യത്തെ മന്ത്രത്തിൽ കരയുന്നതും രണ്ടാമത് കരയുന്നത് കണ്ട് വിളിച്ച് രണ്ടാമത് മന്ത്രിച്ചപ്പോൾ ചിരിക്കുന്നതും. പിന്നെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു ഫാത്തിമയോട്, എന്തായിരുന്നു ഉപ്പ അന്ന് നിന്നോട് പറഞ്ഞത്? അപ്പോഴാണ് ഫാത്തിമ പറഞ്ഞത്, ആദ്യം എന്നോട് ചെവിയിൽ മന്ത്രിച്ചത്, എനിക്ക് ഈ ലോകം വേണമോ പരലോകം വേണമോ, ജീവിതം വേണമോ മരണം വേണമോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അല്ലാഹു നൽകി. ഞാൻ പരലോകം മതി എന്ന തീരുമാനമാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് മരിക്കാൻ പോകുന്നു എന്നുള്ള വിവരമായിരുന്നു അത്. അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്. ഞാൻ കരഞ്ഞപ്പോ ഉപ്പ രണ്ടാമത് വിളിച്ചു പറഞ്ഞത്, എന്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും ആദ്യം എന്നോട് വന്നു ചേരുന്നത് നീ ആയിരിക്കും എന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു. അത് ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ്. ഫാത്തിമയുടെ മരണത്തിന്റെ വിളംബരമാണ് റസൂലുള്ളാഹി നടത്തുന്നത്. ഫാത്തിമ മരിക്കാൻ പോകുന്നു എന്നാണ് റസൂൽ പറയുന്നത്. സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണം സംഭവിച്ചു. അത് കേട്ടപ്പോഴാണ് അവർ ചിരിച്ചത്. അവരുടെ ഈമാനിന്റെ ശക്തിയാണത്. സ്വർഗത്തിൽ ഇതും കൂടി റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ സ്ത്രീകളുടെ നായിക നേതാവ് നീയായിരിക്കും, സകല സ്ത്രീകളുടെയും നേതാവ് നീയായിരിക്കും. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, പ്രവാചകന്റെ പത്നിമാരുണ്ട്. ഫാത്തിമയുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയുണ്ട്. അവരെക്കാളെല്ലാം മുകളിൽ സകല സ്ത്രീകളുടെയും നേതാവ് നീയായിരിക്കും, ഫാത്തിമയായിരിക്കും എന്ന സന്തോഷ വാർത്ത കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയ്ക്ക് നൽകിയപ്പോഴാണ് ഫാത്തിമ ചിരിച്ചത്. ഈ വിധത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത് എന്നാണ് നാം പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് മക്കളുമായി ഈ വിധത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഇങ്ങനെയുള്ള ബന്ധമുണ്ടാക്കിയെടുക്കാൻ റസൂലിനെ ഈ കാര്യത്തിലും മാതൃകയാക്കാൻ പറ്റിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതുതായിട്ട് നമ്മൾ ഒരു പാരന്റിങ്, രക്ഷകർത്തൃത്വം പഠിപ്പിക്കേണ്ടി വരില്ല. ഇതാണ് രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത്. ഇങ്ങനെ കുട്ടികളെ സുഹൃത്തുക്കളായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനും അവരെ ബോധ്യപ്പെടുത്തുവാനും കഴിയുമെങ്കിൽ ഈ വിധേനയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കുട്ടികളിൽ കൂടുതൽ തർബിയത്തുണ്ടാക്കാൻ കഴിയുക. എപ്പോഴും അകലം പാലിച്ചുകൊണ്ട്, കുട്ടികളിൽ നിന്ന് അകലെ നിന്നുകൊണ്ട്, കൽപ്പനകൾ നൽകിക്കൊണ്ട് പുതിയ കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം. അത് നമ്മുടെ ഉപ്പമാരും നമ്മളും തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ നിർണയിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാലവും സാഹചര്യവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് റസൂല് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് റസൂൽ. അങ്ങനെ തർബിയത്തുണ്ടാക്കുകയാണ്. വ്യഭിചാരത്തിന് അനുവാദം ചോദിച്ചുകൊണ്ട് റസൂലിനെ സമീപിക്കുന്ന ആള്, അയാൾ ഇത് വന്നിട്ട് നബിയോട്, റസൂലിനോട്, അള്ളാന്റെ റസൂലിനോടാണല്ലോ പറയുന്നത്, റസൂലെ എനിക്ക് വ്യഭിചരിക്കാൻ അനുമതി വേണം എന്നൊരാൾ വന്ന് പറയുകയാണ്. ഇത് കേട്ടോടുകൂടി സഹാബികൾ മുഴുവനും ശബ്ദമുണ്ടാക്കി. എല്ലാവരും എന്താണ് സംഭവിച്ചത്, എന്ത് വൃത്തികേടാണ്, സാഹബിഹിൻ നാസ്, ജനങ്ങൾ മുഴുവനും ഒച്ചവെച്ചു. എന്താണ് ഇയാൾ പറയുന്നത്, അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് എന്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും ഒച്ചവെച്ചപ്പോൾ റസൂൽ ഒച്ചവെച്ചില്ല. റസൂല് വെപ്രാളം കാണിച്ചില്ല. റസൂലിന് ഒരു അത്ഭുതവും തോന്നിയില്ല. റസൂല് പറഞ്ഞു, അഖ്രിബൂഹു, അയാൾ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിക്കൂ. ശബ്ദമുണ്ടാക്കാതെ അയാൾ അടുത്തേക്ക് വിളിക്കൂ, അടുത്തിരുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തുഹിബ്ബുഹു ലി ഉമ്മിക? റസൂലേ, അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. ഖുർആനിൽ എത്രയോ ആയത്തുകളുണ്ട് വ്യഭിചാരത്തെ പറ്റി. വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും 100 അടിയടിക്കുക എന്ന് പറയുന്ന ആയത്ത് ഓതുകയല്ല റസൂല് ചെയ്യുന്നത്. അപ്പൊ റസൂല് ആയത്തല്ല അയാൾക്ക് പഠിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനെ വിളിച്ചു ചോദിച്ചു, അത്തുഹിബ്ബുഹു ലി ഉമ്മിക? നിന്റെ ഉമ്മാക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? നിന്റെ ഉമ്മയാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ നീ അത് ഇഷ്ടപ്പെടുമോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ റസൂല് പറഞ്ഞു, വകദാലിക അന്നാസ് ലാ യുഹിബ്ബൂനഹു ലി ഉമ്മഹാതി. റസൂലെ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത് ഒരു സാധാരണ ഒരു കോമൺ സെൻസ്, ഒരു സാമാന്യ ധാരണയിൽപ്പെട്ടതാണ്. റസൂൽ അദ്ദേഹത്തിന് അയാൾക്ക് പറഞ്ഞു കൊടുത്തു, ജനങ്ങൾ അങ്ങനെയാണ്. വകദാലിക അന്നാസ് ലാ യുഹിബ്ബൂനഹു ലി ഉമ്മഹാതി. ജനങ്ങൾ ഇങ്ങനെയാണ്, അവരുടെ ഉമ്മമാർക്ക് അവരത് ഇഷ്ടപ്പെടുകയില്ല. അവരുടെ ഉമ്മമാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. റസൂല് അവന്റെ ബുദ്ധി ഉണർത്തുകയാണ്. ഏത് വ്യഭിചാരിയും അവന്റെ ഉമ്മ ഒരു വ്യഭിചാരിണിയായാൽ അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. വ്യഭിചാരിയായ മനുഷ്യൻ അവന്റെ ഉമ്മയെ പറ്റി ആലോചിക്കട്ടെ. റസൂൽ പറഞ്ഞു, ഇങ്ങനെയാണ് മനുഷ്യന്മാർ, അവന്റെ ഉമ്മാക്ക് അവൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് റസൂലിന്റെ രണ്ടാമത്തെ ചോദ്യം, അതുഹിബ്ബുഹു ലി ബിനതിക? നിന്റെ മകൾക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? നിനക്കൊരു പെൺകുട്ടിയുണ്ട്, പെൺകുട്ടി ഒരു വ്യഭിചാരിണിയായാൽ നീ അത് ഇഷ്ടപ്പെടുമോ? അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. അപ്പൊ റസൂൽ വീണ്ടും പറഞ്ഞു, കദാലിക അന്നാസ്, അങ്ങനെയാണ് ആളുകൾ. ലാ യുഹിബ്ബുഹു ലി ബനാതിഹിം. വ്യഭിചാരം എന്ന് പറയുന്നത് അവരുടെ പെൺമക്കൾക്ക് അവർ ഇഷ്ടപ്പെടുകയില്ല. പിന്നെ അദ്ദേഹം റസൂൽ ചോദിക്കുന്നുണ്ട്, അതുഹിബ്ബുഹു ലി അമ്മതിക? നിന്റെ അമ്മായിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? അതുഹിബ്ബുഹു ലി ഖാലതിക? നിന്റെ ഇളയമാക്ക്, നിന്റെ മാതൃ സഹോദരിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? ഒന്നും ഇഷ്ടപ്പെടുകയില്ല. റസൂൽ പറയുന്നുണ്ട്, അവർക്ക് ജനങ്ങൾ അങ്ങനെയാണ്. ജനങ്ങൾ അവരുടെ ഉമ്മമാർക്ക്, അവരുടെ പെൺമക്കൾക്ക്, അവരുടെ മാതൃ സഹോദരിമാർക്ക്, അവരുടെ പിതൃ സഹോദരിമാർക്ക് ഒന്നും ഈ വ്യഭിചാരം ഇഷ്ടപ്പെടുകയില്ല. അതേ അവസരം ആ ആൾ എന്ത് ചെയ്യുന്നു? വ്യഭിചാരം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് വൈരുദ്ധ്യമാണ്. അപ്പോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, അല്ലാഹുമ്മ കഫിർ ദംബഹു, പഠിച്ചവനെ ഇയാളുടെ തെറ്റിനെ പുറത്തു കൊടുക്കണമേ. വതഹിർ ഖൽബഹു, ഇയാളുടെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണമേ. വഹസ്സിൻ ഫർജഹു, ഇയാളുടെ ആന്തരിക അവയവങ്ങളെ നീ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന, സദാചാരം സൂക്ഷിക്കുവാൻ ഇയാൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇതാണ് തർബിയത്തിന്റെ രീതി എന്ന് പറയുന്നത്. തർബിയത്തിന്റെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന തർബിയത്തിന്റെ രീതി എന്ന് പറയുന്നത് ഇതാണ്. ഇതെല്ലായിടത്തും ബാധകമാണ്. അപ്പൊ നമ്മുടെ സന്താനങ്ങൾക്ക് തർബിയത്ത് നൽകുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുക, അവരുടെ കൂടെ കഴിയുക. അപ്പോ
എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കൂടെ കഴിയുക, കുട്ടികളുടെ കൂടെ കഴിയുവാൻ, കുട്ടികളുടെ കൂടെ കളിക്കുവാൻ, കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിക്കുവാൻ, കുട്ടികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് സംസാരിക്കുവാൻ, കുട്ടികൾ പറയുന്നത് അങ്ങോട്ട് പറയുന്നത് കുട്ടികൾ കേൾക്കണം എന്നതുപോലെ കുട്ടികൾ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുവാൻ, കുട്ടികളുടെ നിർദ്ദേശങ്ങൾ ആവശ്യമെന്ന് തോന്നുന്നത് സ്വീകരിക്കുവാൻ, കുട്ടികൾ നന്മകൾ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, പ്രശംസിക്കുവാൻ, കുട്ടികൾക്ക് സമ്മാനം കൊടുക്കേണ്ടി വരുമ്പോൾ സമ്മാനം കൊടുക്കുവാൻ, ഇതൊക്കെ മാതാപിതാക്കൾക്ക് കഴിയുമ്പോഴാണ് കുട്ടികളിൽ അവർ വിചാരിക്കുന്ന വിധത്തിലുള്ള ഒരു തെർബിയത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. ഒക്കെ നമ്മൾ നമ്മെപ്പറ്റി ആലോചിക്കണം. നമുക്ക് കുട്ടികളുടെ കൂടെ കഴിയാൻ എത്ര സമയമുണ്ട്? കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ പല ആളുകളും അവരുടെ സ്നേഹത്തെ മനസ്സിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം പറയേണ്ടതില്ല, എല്ലാവർക്കും സ്നേഹമുണ്ടാകും. പക്ഷെ ഈ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, നീ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അയാളോട് നീ പറയണം ഞാൻ നിങ്ങളെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്നേഹിക്കുന്നു. സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ള ഒരു സംഗതിയല്ല. സ്നേഹം അനുഭവിപ്പിക്കുമ്പോഴാണ് നീ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവന് തോന്നുമ്പോഴാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത്. സ്നേഹം അനുഭവിപ്പിക്കേണ്ടി വരുമ്പോൾ അത് അനുഭവിപ്പിക്കണം. സ്നേഹിക്കുന്ന ഒരാളോട് നീ അവനെ സ്നേഹിക്കുന്നു അള്ളാഹുവിന് വേണ്ടി എന്ന് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതുകൊണ്ടാണ്. മക്കളോടുള്ള സ്നേഹം എപ്പോഴും കെട്ടിപ്പൂട്ടി വെക്കാതെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരം ഇത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മാതാപിതാക്കൾ. അങ്ങനെ സ്നേഹം കൊടുത്തും വാങ്ങിയും കൊണ്ടും കൊടുത്തും പ്രകടിപ്പിച്ചും മക്കളുടെ കൂടെ കഴിഞ്ഞും മക്കൾക്ക് തർബിയത്ത് കൊടുക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ വിധത്തിൽ പട്ടാള ചിട്ടയോടുകൂടി മക്കളെ വളർത്തിയാൽ അത് പലപ്പോഴും നമ്മിൽ പലരും പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾക്കറിയാം ആ പരീക്ഷണം അമ്പെ പരാജയമായിരുന്നു. നമ്മുടെ ശിക്ഷകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ വർത്തമാനങ്ങൾ കൊണ്ടോ നമ്മുടെ നിയമപ്രഖ്യാപനങ്ങൾ കൊണ്ടോ നമ്മുടെ വിളംബരങ്ങൾ കൊണ്ടോ നമ്മുടെ കർക്കശമായ അച്ചടക്കങ്ങൾ കൊണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ കാലത്ത് അത് സാധ്യമല്ല എന്ന് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേ അവസരത്തിൽ സ്നേഹമിശ്രണമായ ബന്ധങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നാം വിചാരിച്ച വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന പരീക്ഷണങ്ങളാണ് പരാജയപ്പെടുകയാണ്. വിചാരിച്ച് എല്ലാം വെറുതെ വിടുക, അങ്ങനെ ഒരു തർബിയത്ത് തീർച്ചയായും ഇല്ല എന്ന് ആദ്യം നാം പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ വളർത്തിയത് എല്ലാം വെറുതെ വിട്ടുകൊണ്ടായിരുന്നില്ല. പറയേണ്ട സന്ദർഭങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല. തുറന്നു പറയേണ്ട സന്ദർഭങ്ങളിൽ തുറന്നു പറയേണ്ടതുണ്ട്. വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ലാത്ത സംഗതികളിൽ വിട്ടുവീഴ്ച സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതേസമയം വിട്ടുവീഴ്ച സാധ്യമാകുന്ന സംഗതികളിലും ഒരു കടുംപിടുത്തക്കാരനാണ് എന്ന് വരുത്തി തീർത്ത് ഒരു രക്ഷാധികാരത്തിന്റെ പദവി നേടിയെടുക്കുവാൻ കൃത്രിമമായ ശ്രമം നടത്തിയാൽ അത് തീർച്ചയായും വിജയിക്കുകയില്ല. ഇത് രണ്ടിനും മധ്യയാണ്, സന്തുലിതമായ നിലപാടാണ് മറ്റേത് വിഷയങ്ങളിലും എന്ന പോലെ ഈ മാതൃത്വത്തിലും അതുപോലെ തന്നെ പിതൃത്വത്തിലും സ്വീകരിക്കേണ്ടത്, ദീക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മള് ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. ആ വിധത്തിൽ മക്കളോട് പെരുമാറുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ വിചാരിച്ച ഒരു നല്ല തർബിയത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല